അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 4 തിങ്കളാഴ്ച. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിനെതിരെ സാമൂഹിക പ്രവർത്തകൻ ദിനുവേൽ മ്യൂസിയം സ്റ്റേഷനിൽ പരാതി നൽകി. അടൂരിന്റെ പരാമർശങ്ങൾ SC/ST ആക്ട് പ്രകാരം കുറ്റകരമെന്ന് പരാതിയിൽ പറയുന്നു. SC/ST കമ്മീഷനും ദിനുവേൽ പരാതി നൽകിയിട്ടുണ്ട്. ഫിലിം കോൺക്ലേവ് സമാപന ചടങ്ങിലായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ അധിക്ഷേപ പരാമർശം. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നും ചലച്ചിത്ര കോർപ്പറേഷൻ വെറുതെ പണം നൽകരുതെന്നും 1.5 കോടി നൽകിയത് വളരെ കൂടുതലാണെന്നും സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്നുമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ പുറത്തുവന്നത് ഫ്യൂഡൽ ചിന്താഗതിയെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു പറഞ്ഞു. അടൂരിനെ പോലുള്ളവർ കൂടുതൽ സാമൂഹ്യബോധത്തോടെ പെരുമാറണമെന്നും പട്ടിക വിഭാഗക്കാർക്കും വനിതകൾക്കും മാത്രം പരിശീലനം എന്തിനാണ്, ഇവർ കഴിവില്ലാത്തവരാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് അടൂരിന്റെ വാക്കുകളെന്നും അദ്ദേഹം പറഞ്ഞു. അടൂരിന്റെ പരാമർശം ദുരുദ്ദേശത്തോടെയെന്ന് കരുതുന്നില്ലെന്നും വളച്ചൊടിച്ച് വിവാദമാക്കിയെന്നും മന്ത്രി VN വാസവൻ. അതേസമയം സർക്കാർ സ്ത്രീകൾക്കും SC/ST വിഭാഗങ്ങൾക്കുമൊപ്പമാണെന്നും മന്ത്രി പറഞ്ഞു. അടൂരിന്റെ പരാമർശത്തെ തള്ളി മന്ത്രി ബിന്ദു. നീതി നിഷേധിക്കപ്പെട്ടവർക്ക് അതുറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും സ്ത്രീകൾക്കും പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്കും അവരുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് സർക്കാർ നൽകുന്നതിൽ തെറ്റില്ലെന്നും മന്ത്രി ബിന്ദു പറഞ്ഞു. സാംസ്കാരിക വകുപ്പിന്റെ ഏറ്റവും നല്ല പദ്ധതിയാണിതെന്നും ക്യാമറയുടെ നോട്ടം എന്നും പുരുഷനോട്ടമാണെന്നും അതിന് ബദൽ നോട്ടം വേണമെന്നും അതിനായുള്ള ഇടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നും മന്ത്രി ബിന്ദു കൂട്ടിച്ചേർത്തു. സർക്കാർ ആർക്കെങ്കിലും സഹായധനം കൊടുക്കുന്നതിന് താൻ എതിരില്ലെന്നും മുൻപരിചയമില്ലാത്തവർക്ക് സിനിമയെടുക്കാൻ പണം നൽകുമ്പോൾ അവർക്ക് കൃത്യമായ പരിശീലനം നൽകണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. പിന്നോക്കാവസ്ഥയിലുള്ള പ്രതിനിധികൾക്ക് അവസരമെന്ന നിലയിലാണ് സർക്കാർ ഗ്രാന്റ് നൽകുന്നതെന്നും ഒരു സിനിമയെടുത്ത ശേഷം അപ്രത്യക്ഷമാകേണ്ടവർ അല്ല അവരെന്നും അതിനാലാണ് അവർക്ക് പരിശീലനമടക്കം നൽകണമെന്ന് പറഞ്ഞതെന്നും അടൂർ വ്യക്തമാക്കി. സിനിമാ ചിത്രീകരണത്തെക്കുറിച്ച് അറിവില്ലാത്തതാണ് പ്രശ്നമെന്നും അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ പിന്നീട് ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും അറിവും ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺക്ലേവിൽ താൻ സംസാരിച്ചപ്പോൾ ഗായിക പുഷ്പവതി എഴുന്നേറ്റുനിന്ന് പ്രതിഷേധിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും പ്രധാനപ്പെട്ട ഒരു സെഷനിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ അവർക്ക് എന്താണ് അവകാശമെന്നും സ്റ്റേജിലിരുന്ന മന്ത്രി ഉൾപ്പെടെ എന്തുകൊണ്ടാണ് അവരെ തടയാതിരുന്നതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ ചോദിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി തേടി പ്രോസിക്യൂഷനെ യമൻ പൌരൻ തലാൽ അബ്ദുമഹദിയുടെ സഹോദരന്റെ കത്ത്. എല്ലാത്തരം മധ്യസ്ഥ ശ്രമങ്ങളെയും ചർച്ചകളെയും തള്ളുന്നു എന്നാണ് കത്തിൽ പറയുന്നത്. വധശിക്ഷ നീട്ടിവെച്ചിട്ട് 1.5 മാസം കഴിഞ്ഞെന്നും കത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. വിജയരാഘവനെ മികച്ച സഹനടനായും തന്നെ മികച്ച സഹനടിയായും തെരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം ജൂറി വ്യക്തമാക്കണമെന്ന് നടി ഉർവശി. തോന്നിയതുപോലെ കൊടുക്കും, നിങ്ങൾ വന്ന് വാങ്ങിച്ചു പൊക്കോണം എന്ന സമീപനം അംഗീകരിക്കാനാകില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം അന്വേഷിച്ച് പറയട്ടെയെന്നും ഉർവശി പറഞ്ഞു. കേരള സ്റ്റോറി ഇതുവരെ കണ്ടിട്ടില്ലെന്നും വസ്തുതകൾ അറിയില്ല, സിനിമ കണ്ടതിനു ശേഷം പ്രതികരിക്കാമെന്നും ഉർവശി പറഞ്ഞു. പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ചിട്ടും കൊലക്കേസ് പ്രതികൾക്കെതിരെ കേസെടുക്കാതെ പോലീസ്. തലശ്ശേരിയിൽ വെച്ചാണ് കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിജിത്ത് എന്നിവർ മദ്യപിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ ഇവർക്ക് മദ്യം എത്തിച്ചു നൽകിയവർക്കെതിരെയും അന്വേഷണമില്ല. 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകി ഒതുക്കാനാണ് പോലീസിന്റെ ശ്രമമെന്നാണ് റിപ്പോർട്ട്. സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം.
രാജാവിനേക്കാൾ വലിയ രാജഭക്തി ചില ഉദ്യോഗസ്ഥർ കാണിച്ചുവെന്നും വിവരാവകാശ കമ്മീഷനെ വായിക്കാൻ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തരാതിരിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും അതുകൊണ്ട് നിയമപ്രകാരം സിവിൽ കോടതിയുടെ അധികാരം പ്രയോഗിക്കേണ്ടി വരുമെന്നും അതിനുശേഷമാണ് റിപ്പോർട്ട് പുറത്തുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് വിരമിക്കാനിരിക്കെയാണ് സാംസ്കാരിക വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം വിമർശനം ഉന്നയിച്ചത്. പന്തീരാങ്കാവ് UAPA കേസിലെ പ്രതി അലൻ ഷുഹൈബിനെ കേരള പോലീസ് പിന്തുടർന്ന് വേട്ടയാടുന്നതായി അലന്റെ മാതാവ് സബിത ശേഖർ. അലനെ നിരന്തരം പിന്തുടരുന്ന പോലീസ് താമസിക്കുന്ന സ്ഥലങ്ങളിലും വീടുകളിലും എത്തി അലനെ ഭീകരവാദിയായി ചിത്രീകരിക്കുകയാണെന്നും അവർ പറഞ്ഞു. പന്തീരാങ്കാവ് കേസിന്റെ വിചാരണ കൊച്ചി NIA കോടതിയിൽ അവസാനഘട്ടത്തിൽ എത്തിനിൽക്കുകയാണ്. വയൽ നികത്തിയതിനെതിരെ കർശന നടപടിയെടുത്ത വില്ലേജ് ഓഫീസർക്ക് സ്ഥാനമേറ്റെടുത്ത് 9ാം മാസം സ്ഥലമാറ്റം. മാനന്തവാടി വില്ലേജ് ഓഫീസർ രാജേഷ് കുമാറിനെയാണ് തൊണ്ടൻനാട്ടേക്ക് സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റത്തിന് പിന്നിൽ തങ്ങളാണെന്നും ഉടനെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റുമെന്നും മണ്ണ് മാഫിയ വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി. പത്തനംതിട്ട നാറാണമൂഴി സ്വദേശി ഷിജോ VT ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ആവർത്തിച്ച് കുടുംബം. എയ്ഡഡ് സ്കൂളിൽ അധ്യാപകനായ ഷിജോയുടെ ഭാര്യയുടെ ശമ്പളം 14 വർഷമായി ലഭിച്ചിട്ടില്ലെന്നും ശമ്പളം നൽകാൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും DEO ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് നടപടികൾ വൈകിപ്പിച്ചതെന്നും കുടുംബം ആരോപിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് NIA പ്രാഥമിക വിവരങ്ങൾ തേടും. റെയിൽവേ, ഛത്തീസ്ഗഡ് പോലീസ് എന്നിവരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. കേസെടുക്കുന്നതടക്കം തുടർ നടപടി വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കുമെന്ന് NIA വൃത്തങ്ങൾ അറിയിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അടക്കം ആക്രമിച്ച ബജ്റംഗ് ദൾ നേതാക്കൾക്കെതിരെ പെൺകുട്ടികൾ പരാതി നൽകിയതിനാൽ കേസെടുത്തേക്കും. ജ്യോതി ശർമ്മ അടക്കമുള്ളവർക്കെതിരെ ഓർച്ച പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും എന്നാണ് സൂചന. നേരത്തെ നാരായൺപൂർ പോലീസ് കേസെടുക്കാൻ വിസമ്മതിച്ചിരുന്നു. അതേസമയം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് പിന്നാലെ സന്യാസിനികൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികളുടെ നേരെ നടന്ന അതിക്രമത്തിൽ ബജ്റംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് CPI നേതാവ് ഫൂൽ സിംഗ് വ്യക്തമാക്കി. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദില്ലിയിലെ ഗംഗാറാം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇദ്ദേഹത്തിന്റെ മരണം രാവിലെ 8:56 സ്ഥിരീകരിച്ചത്. 3 തവണ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ അദ്ദേഹം 8 തവണ പാർലമെന്റിലെത്തി. കൽക്കരി വകുപ്പ് മന്ത്രിയായി 3 തവണ പ്രവർത്തിച്ചു. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറന്റെ പിതാവാണ് ഷിബു സോറൻ. ധർമ്മസ്ഥല കേസിൽ പോലീസിന്റെ ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. 2000 മുതൽ 2015 വരെയുള്ള അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ നശിപ്പിച്ചു. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഉപയോഗിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ, ഫോട്ടോകൾ, നോട്ടീസുകൾ തുടങ്ങിയ എല്ലാ രേഖകളും നശിപ്പിക്കപ്പെട്ടുവെന്നും റിപ്പോർട്ട്. കാലഹരണപ്പെട്ട കേസ് രേഖകൾ നശിപ്പിക്കാമെന്ന നിയമം അനുസരിച്ചാണ് ഇത് നശിപ്പിച്ചതെന്നാണ് വിവരാവകാശ രേഖകൾ പ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ലഭിച്ച മറുപടി. രാജ്യതലസ്ഥാനത്ത് പ്രഭാത നടത്തത്തിനിടെ തന്റെ മാല പൊട്ടിച്ചതായി കോൺഗ്രസ് MP സുധാ രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായ സുധാ രാമകൃഷ്ണൻ ചാണക്യപുരിയിലെ പോളിഷ് എംബസിക്ക് സമീപം നടക്കാനിറങ്ങിയപ്പോഴാണ് സംഭവം. മുഖംമൂടി ധരിച്ചെത്തിയ ഒരാൾ സ്കൂട്ടറിൽ വന്ന് തന്റെ മാല തട്ടിയെടുത്തതായി ദില്ലിയിലെ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എഴുതിയ കത്തിൽ MP ചൂണ്ടിക്കാട്ടി. പൊതുസ്ഥലത്ത് പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കിയ നിയമം നിലവിൽ വന്നതിനുശേഷം മുംബൈയിൽ ഇതാദ്യമായി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഹിന്ദുജ ആശുപത്രിക്ക് സമീപം LJ റോഡിലെ കബൂത്തർ ഖാനയ്ക്ക് സമീപം പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്നത് കണ്ട ചിലർക്കെതിരെ മാഹിം പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. പ്രാവുകളുടെ അനിയന്ത്രിതമായ കൂട്ടം ചേരൽ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കും പാരിസ്ഥിതിക നാശത്തിനും ഇടയാക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതി പൊതുജനാരോഗ്യ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുസ്ലിം ഹെഡ്മാസ്റ്ററെ പുറത്താക്കാൻ സ്കൂൾ ടാങ്കിൽ കീടനാശിനി കലക്കിയ സംഭവത്തിൽ തീവ്ര ഹിന്ദു സംഘടന ശ്രീരാം സേനയുടെ നേതാവടക്കം 3 പേർ അറസ്റ്റിൽ. കർണാടക ബെലഗാവിയിലെ
ഹുള്ളിക്കട്ടി ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലാണ് സംഭവം. ശ്രീരാം സേന നേതാവ് സാഗർ പാട്ടീൽ, കൂട്ടാളികളായ കൃഷ്ണ മാഡർ, മകൻ ഗൌഡ പാട്ടീൽ എന്നിവരാണ് അറസ്റ്റിലായത്. സുലൈമാൻ ഗോരിനായക് എന്ന പ്രധാനാധ്യാപകനെ പുറത്താക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു ഇതെന്ന് പോലീസ് പറയുന്നു. രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. 2000 കിലോമീറ്ററോളം ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറിയെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ച കോടതി, നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുകയില്ലായിരുന്നുവെന്നും വ്യക്തമാക്കി. രാഹുലിനെതിരെയുള്ള അപകീർത്തി കേസ് നടപടികൾ സ്റ്റേ ചെയ്തതിനൊപ്പമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് സുപ്രീംകോടതിയുടെ താക്കീത്. ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെങ്ങനെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുമെന്ന് രാഹുലിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി ചോദിച്ചു. എങ്കിൽ എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങൾ പറയാത്തതെന്നും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പറയുന്നതെന്തിനാണെന്നും കോടതി ചോദിച്ചു. ജൂതന്മാർക്ക് ആരാധന വിലക്കെന്ന കരാർ നിലനിൽക്കെ ഇസ്രായേൽ മന്ത്രി ജെറുസലേമിലെ അൽ അക്സ പള്ളി വളപ്പിൽ പ്രവേശിച്ച് ജൂതവിശ്വാസപ്രകാരമുള്ള ആരാധന നടത്തിയതിനെതിരെ പ്രതിഷേധം. ദശാബ്ദങ്ങൾ പഴക്കമുള്ള ധാരണ ലംഘിച്ചാണ് ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ പ്രാർത്ഥന നടത്തിയത്. ഹമാസിനെതിരായ ഇസ്രായേലിന്റെ വിജയത്തിനും ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലുകാരുടെ മോചനത്തിനും വേണ്ടി പ്രാർത്ഥിച്ചെന്ന് ബെൻഗ്വിർ പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് ഇന്ത്യ യുക്രൈനെതിരായ യുദ്ധത്തിന് സാമ്പത്തിക സഹായം നൽകുകയാണെന്ന ആരോപണവുമായി വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫും ട്രംപ് ഭരണകൂടത്തിൽ ഏറ്റവും സ്വാധീനമുള്ളവരിൽ ഒരാളുമായ സ്റ്റീഫൻ മില്ലർ. റഷ്യയുമായുള്ള വ്യാപാരം നിർത്താൻ ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് പുതിയ പരാമർശം. മത്സരത്തിനിടെ പരിക്കേറ്റ ലിയോണൽ മെസ്സിയെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുമെന്ന് ഇന്റർ മയാമി. മെസ്സിക്ക് കഠിനമായ വേദനയില്ലെന്നും പരിക്കിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് വിശദമായ പരിശോധനകൾക്ക് ശേഷം വ്യക്തമാക്കുമെന്നും മയാമി പരിശീലകൻ ഹാവിയർ മഷറാനോ വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.